ഗൈസ് അയ്യോ കിട്ടി ഗൈസ്. ഹലോ ഗൈസ്, നമ്മളിന്ന് ചൂണ്ടിടാൻ വന്നേക്കാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഈ ഞാഞ്ഞോളിലൊക്കെ പിടിച്ചുകൊണ്ട് പോവാണ്. അപ്പോൾ ഈ ഞാഞ്ഞോളിൽ എങ്ങനെയാണ് പിടിച്ചതെന്നുള്ളത് നിങ്ങൾ പോയി കണ്ടിട്ട് പോവാ ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ മണ്ണിരേനെ അന്വേഷിച്ച് വന്നിരിക്കുകയാണ്. ഇവിടെ എവിടെയെങ്കിലും മണ്ണിര ഉണ്ടാവും. ഇവിടെ ഈ ചെറിയ ഇതുപോലത്തെ ഈ സംഭവങ്ങളുണ്ടല്ലോ, നമുക്ക് ഈ തൂമ്പ് വെച്ച് ഇവിടേക്കൊന്ന് കുത്തി നോക്കാം. ഇതുപോലത്തെ ഈ സംഭവങ്ങളുള്ള സ്ഥലത്ത് നമുക്ക് കുത്തി നോക്കാം. ഏകദേശം അടിയിലെങ്ങാനും ഗൈസ് എണ്ണത്തിന് കിട്ടി ഗൈസ്. ഇവിടെ ഒരു ഞാനോട് പകുതി പീസ എന്തായാലും ഓടിക്കട്ടെ. പോയി രക്ഷപ്പെട്ടോ ബാക്കി. നമുക്കിതിനെ കയറി നമുക്ക് താഴ്ത്തിക്ക് പോകാം ഗൈസ്. ഞാനുള്ളതും കൊണ്ട് നമ്മൾ ചൂണ്ടിടാൻ വേണ്ടി താഴ്ത്തിക്ക് പോവാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഈ ഞാഞ്ഞോളിനെ വെച്ച് ഇരയിട്ട് ചൂണ്ടിടാന്നുള്ളതും, രണ്ടാമത്തെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഗോതമ്പൊടി വെച്ച് ചൂണ്ടിടാന്നുള്ളതാണ്. അപ്പോൾ അതേ പ്ലാനായും കൊണ്ട് നമ്മളിത് കുളത്തിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഗൈസ് നമ്മുടെ ഞാഞ്ഞോൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇവിടെയാണ് ഇട്ട് നോക്കാൻ പോകുന്നത്. കണ്ടോ, അപ്പോൾ നമുക്ക് ആ കോലുകൊണ്ട് കുറച്ച് ചെറിയൊരു ഓട്ട ഇവിടെ ഉണ്ടാക്കി വയ്ക്കാം. അപ്പോൾ വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടി, ഞാൻ ഇറങ്ങാനല്ല ചൂണ്ടയുടെ നൂലിറക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കോല് വെച്ച് ഒരു ഹോളുണ്ടാക്കാം. അപ്പോഴേക്കും നമ്മുടെ ഞാഞ്ഞോൾ ഇതിൽ നിന്ന് ഇറങ്ങി പോകാവോ എനിക്കൊരു ഡൗട്ടുണ്ട്. ഞാഞ്ഞോളിനെ ഈ ചൂണ്ടയും എങ്ങനെ കെട്ടുന്നും എനിക്കൊരു ഡൗട്ടുണ്ട്. കാരണം എനിക്ക് പിടിക്കാൻ പേടിയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നൊരു അപ്പുറത്തുനിന്ന് മാറ്റാം. അത്രയും നീക്കണ്ടാന്ന് തോന്നുന്നത്. ഇത് കണ്ടത് അവിടെ നിന്ന് കുറച്ചൊക്കെ എടുത്ത് ഇങ്ങനെ മാറ്റി വയ്ക്കുക. നമ്മളൊരു ഹോളാണ് ഉണ്ടാക്കുന്നത്, അധികം എനക്ക് ഉണ്ടാക്കണ്ട. ഓക്കെ, ഇത്രയൊരു ഹോള് മതി നമുക്ക് വെള്ളത്തിലൊന്ന് താഴ്ന്നു പോകാൻ വേണ്ടി സ്ഥലത്തിനാണ് നമ്മളിപ്പോൾ ഒരു ഹോൾ ഉണ്ടാക്കി എടുത്തിരിക്കുന്നത് ഗൈസ്. ഓക്കെ, 2 സ്ഥലത്ത് ഹോളുണ്ട്. അറിയേ അപ്പോൾ പിടിച്ചേ നിങ്ങളിനി ഞാഞ്ഞുകൊണ്ട് ഇതിനെ ചേർക്കാൻ പോവാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളിത് ചൂണ്ട ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ടായി. ഇത് നമുക്കിത് മേന്ന് അഴിച്ച് ഇത് അറ്റത്തായിട്ട് നമുക്ക് ഞാഞ്ഞൂളിനെ ചേർക്കാൻ പോവാണ്, ഫിറ്റ് ചെയ്യാൻ പോവാണ്. ഇപ്പം ഞാഞ്ഞൂളിനെ എനിക്ക് പിടിക്കാൻ പേടിയായതുകൊണ്ടും നമുക്ക് ഈ പ്ലെയർ വെച്ച് ഞാഞ്ഞൂളിനെ ഇതിൻ്റെ മേത്ത് കയറ്റാനാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ ഗൈസ് എനിക്ക് കണ്ടിട്ട് തന്നെ എന്തോ മാതിരി ആദ്യം തന്നെ നമുക്ക് ഇതിനെ ഇറക്കിയിടാം താഴത്തേക്ക്. ഗൈസ് ചോരയൊക്കെ വരുന്നുണ്ട് ഗൈസ്. സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയാണ്. ചെറിയ പീസ് നമ്മൾ ഫിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കി പീസ് നമ്മുടെ ഈ തൂമ്പേല വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഞാഞ്ഞോളത് ഈ ചൂണ്ട തേക്കണം അനങ്ങനുണ്ട്. അപ്പോൾ നമ്മുടെ പ്ലെയർ ഇവിടെ എത്തിയേക്കാം. ഞാഞ്ഞോള് ബാക്കിയുള്ളത് കൂടി ഇരിക്കും. ഇറങ്ങിപ്പോയിരുന്നിട്ടാ ഗൈസ് അല്ല. അയ്യോ, നമ്മളിവിടെ കിടക്കുന്ന ഒരു മരത്തിൻ്റെ പീസ് എടുത്ത് ഒരു ഫ്ലോട്ട് ആക്കാൻ പോവാണ്. അതിങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ കയറ്റി കൊടുത്താൽ പൊന്തി കിടന്നോളും. എന്നിട്ട് ഇതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ കയറ്റി കൊടുക്കാൻ പോവാണ്. നമുക്കിത് നേരെ വെള്ളത്തിലിട്ട് നോക്കാം ഗൈസ്. നമ്മൾ പോവാണ്. ഈ വെള്ളത്തിലോട്ട് അയ്യോ ഇല്ല വാഴയില്ല ഗൈസ്, താഴ്ന്നു പോയിട്ടുണ്ട്. ഇനി എന്താവെന്ന് നമുക്ക് കണ്ടറിയാം. ഓ ഗൈസ്, നമ്മുടെ ഇതിനെ കൊത്തിക്കൊണ്ടുപോയി ഗൈസ്. നമ്മൾ ഇട്ട വഴി സംഭവം എടുത്തോണ്ട് പോയി. അപ്പോൾ അതിനെ കിട്ടിയില്ല. 2ാം വട്ടം കയറ്റി കൊണ്ടിട്ടുണ്ട്. ഇടുമ്പേക്കും ഈ കൊത്തണ കാരണം നമ്മളിത് 2ാമത് കയറ്റി കൊണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് വെള്ളത്തിലോട്ട് വീണ്ടും പോവാണ്. അയ്യോ, ഇവിടെ കുളത്തി ഈ വലിക്കല്ലേ പ്ലീസ്, കുടുങ്ങിയാൽ പെട്ടുപോകും. നമ്മൾ മിണ്ടാണ്ട് നമുക്ക് പോവാം ഗൈസ്. ഈ ട്രെയിലെങ്കിലും ഫസ്റ്റ് തന്നെ മീനെ കിട്ടിയാൽ മതിയായിരുന്നു ഗൈസ്. അതിനെ കൊണ്ടുപോയി നമുക്കൊന്നും കൂടി ഇടാം. ഇപ്പോൾ ഗൈസ് നമ്മൾ അടുത്ത കുളത്തിലേക്ക് എത്തിക്കുകയാണ്. അവിടെ നിന്ന് കിട്ടണില്ല. അപ്പോൾ അവിടെ നിന്ന് ഞാഞ്ഞോളിൻ്റെ അടുത്തത് നമ്മൾ ഇതിൻ്റെ അറ്റത്ത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഞാഞ്ഞോളിൽ എവിടെ ഗൈസ് നിങ്ങൾ കാണുന്നുണ്ടോ? ഈ ഞാഞ്ഞോളിനെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അത് കണ്ട ഇത് പിന്നെ നമുക്കിത് കുളത്തിലോട്ട് പോവാം. ഞാൻ നിൽക്കണത് ഇതുപോലത്തെ ഒരു മരത്തുനിന്നാണ്. ഇതിന് തെങ്ങൊടിയോ ഇല്ല, ഒടിഞ്ഞില്ല. ഇനി അപ്പുറത്തേക്ക് കടന്നിട്ട് നമുക്ക് കുളത്തിലോട്ട് ഇട്ട് നോക്കാം. അപ്പം അധികം ശബ്ദം ഉണ്ടാക്കാതെ വേണം പോവാൻ. അങ്ങോട്ട് കിടക്കുമ്പോൾ തലയും കുത്തി കിടക്കുമെന്ന് നമുക്ക് നോക്കാം ഗൈസ്. ഇവിടെ അധികം നിൽക്കുന്നത് സേഫ് അല്ലാന്ന് തോന്നണം.
അല്ല ഞാൻ അധികം ഇവിടെ നിന്ന് കളിക്കണില്ല. അതെ അവൻ അവിടെ നിർത്തിയാണ്. അപ്പോൾ നമ്മളത് ഇവിടെ നിന്ന് ഇപ്പോൾ എന്തെങ്കിലും ചാടി പോകണ്ട ഗൈസ്. നമുക്കന്ന് ഇതിനെ നേരെ ലാൻഡ് ചെയ്യിപ്പിച്ചാലോ വെള്ളത്തിലോട്ട്. നമ്മളിത് വെള്ളത്തിലോട്ട് ഇടാൻ പോവാണ്. ഏതെങ്കിലും അരുവത്തേക്ക് ആക്കിയിട്ട് ഇടാം. ഈ ഞാഞ്ഞൂളിൽ നല്ല റിസൾട്ട് കണ്ടതുകൊണ്ട് നമ്മൾ ഞാഞ്ഞൂളിൽ വരണേ. അയ്യോ ഗൈസ് കൊത്തി, വേറെ കൊത്തി. അപ്പൊ തന്നെ കടിച്ചുകൊണ്ടുപോയി, ഇട്ടുപോയി. ഇട്ടുപോയി, അത് കൊത്തി തന്നു ഗൈസ്. നമ്മൾക്ക് വീണ്ടും ഫിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. നെറ്റൊക്കെ നോക്കി വേർത്ത് കുടിച്ച് നമുക്ക് വേഗം അവിടെ പോയി വീണ്ടും ഒന്ന് ഫിറ്റ് ചെയ്യാം. നമ്മൾ അടുത്ത ഞാഞ്ഞോളി ഫിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയുണ്ട് നോക്കാം. നേരത്തെ ഒറ്റയടിക്ക് കൊത്തിക്കൊണ്ടുപോയി. നീയും വരാണെങ്കിൽ നമ്മളിതിനെ ഇറക്കണം. നമ്മളീ മിണ്ടാണ്ട് പതിയെ അറ്റത്തേക്കാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. നേരത്തെ നിങ്ങൾ കണ്ടല്ലോ ഒറ്റപ്പേക്കും കൊത്തിക്കൊണ്ട് പോണത്. അവിടെയാണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ് ഫൈനലി നമുക്കൊരു മീനെ കിട്ടി. പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. മീനെ കിട്ടിയുള്ളൊരു എക്സൈറ്റ്മെൻറ്റിൽ നമ്മളതിനെ പിടിച്ചത് ഒരു ഇതുണ്ടാക്കി അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കുഴിച്ചിട്ടാണ് ഗൈസ്. അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഗൈസ്. നിങ്ങൾ നോക്കിക്കോ മീന്. ചെറിയൊരു അനാബസ് എന്നൊക്കെ പറയുന്ന ഒരു ടൈപ്പ് മീനാണ്. എന്തായാലും നമുക്ക് ഇതിന് വെള്ളം നിറച്ച് കൊടുക്കാം. നമുക്കൊരു ട്രൈയും കൂടി ചെയ്ത് നോക്കാം. ഇന്ന് മീൻ രക്ഷപ്പെടില്ല എന്ന് ഉള്ള വിശ്വാസത്തിൽ നമുക്ക് അടുത്തൊരു പ്രാവശ്യം കൂടി ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ എന്തെങ്കിലും മൂടി വയ്ക്കട്ടെ കേട്ടോ ഗൈസ്. അതേ നമ്മളതിനവിടെ മൂടിയിട്ടുണ്ട്. അതേ നമ്മൾ അടുത്തൊരു ട്രൈയും കൂടി ചെയ്യാൻ പോകണം. അതിനകത്ത് വെള്ളമുണ്ട്. പിന്നെ ആണെങ്കിൽ ഇതിനധികം വെള്ളമില്ലാണ്ട് കുറേ ദിവസം ഒരു സർവൈവ് ചെയ്യണ ഒരു മീനാണ്. അപ്പോൾ അതേ നമ്മൾ അടുത്തതിനെ പിടിക്കാൻ വേണ്ടി ഇതുപോലത്തെ ഒരു ഞാഞ്ഞുള്ള വീണ്ടും കയറ്റാണ് ഗൈസ്. എനിക്ക് ഈ ഞാഞ്ഞുള്ള പിടിക്കാൻ പേടി ചെയ്തുകൊണ്ടാണ് ഗൈസ് ഇങ്ങനെ കയറ്റുന്നത്. കണ്ട ഗൈസ് ഞാഞ്ഞുള്ള കയറ്റിയുണ്ട്. പിന്നെ നമുക്കൊരു ട്രൈയും കൂടി ഇട്ട് നോക്കിയിട്ട് വരാം ഗൈസ്. അവനവിടെ ജീവിച്ചോളും. അതിന് പെട്ടെന്നൊന്നും മരിക്കില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ നമ്മൾ മീനെ പിടിക്കാൻ പോയിട്ട് മീനെ കിട്ടിയിട്ടുണ്ടായില്ല. ഈ പ്രാവശ്യം നമുക്കൊരു കുഞ്ഞ കല്ലടേനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ മിണ്ടാതെ നമുക്ക് നേരത്തെ കിട്ടിയ സ്ഥലത്ത് തന്നെ ഒരു പ്രാവശ്യം കൂടി ഇട്ട് നോക്കാം. അവിടെയായിട്ടാണ് ഗൈസ് നമുക്ക് കിട്ടിയത്. ഇതെന്താ പോവാത്തേ? നേരത്തെ വെച്ചിട്ടുണ്ടായില്ല. താഴ്ന്നു പോയിട്ടുണ്ട്. നമ്മളതിന്മേൽ വെയിറ്റ് പൊന്തി കിടക്കാനുള്ള സാധനം ഞാൻ മാറ്റി. വെള്ളത്തിൽ പൊന്തി കിടക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ താഴ്ന്നു പോട്ടെ എന്ന് വെച്ചിട്ടാണ് ഗൈസ്. അയ്യോ കിട്ടി ഗൈസ് നമ്മുടെ ഗൈസ്. അങ്ങനെ ഒരെണ്ണത്തിനെയും കൂടി കിട്ടി. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ ഒരെണ്ണത്തിനെയും കൂടി ഫൈനലി പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് ഇതിനെ നമുക്ക് പീനത്ത് കൊണ്ടുപോയി രണ്ടെണ്ണത്തിന് അമ്മേ ഭയങ്കര ചാട്ടാണ് ഗൈസ്. അപ്പോൾ അതെ മറ്റവനിവിടെ കിടക്കണ്ട്. രണ്ട് കിടന്ന് ചാടുണ്ട്. എന്തായാലും പെട്ടെന്നവൻ ചാവില്ല. നല്ല ശക്തിയുള്ള നമ്മുടെ ഫസ്റ്റത്തവൻ ഇവിടെ റെസ്റ്റ് ഇടുകയാണ്. അവന് തിന്നില്ല തോന്നണേ. കണ്ട ഗൈസ്. അങ്ങനെ നമ്മൾ രണ്ടെണ്ണത്തിന് ഇത് നല്ലൊരു വലിയൊരു സാധനമാണ്.
കണ്ട നല്ല വലിയൊരു അനാബസ് എന്ന് പറഞ്ഞ മീനാണ് ഗൈസ്. ഞങ്ങൾ അങ്ങനെ പിടിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഗൈസ് അങ്ങനെ ഇത്രയും വലിയൊരു മീനെ പിടിച്ചു. ഇവനെ കണ്ട നല്ല മീറ്റ് ഉണ്ട്. കണ്ട എൻ്റെ വായിലാണ് കുത്തി കയറിയിരിക്കുന്നത്. കണ്ട് ഗൈസ് ഇവനെന്ന് പറയാം കുറേ നേരം വെള്ളമില്ലെങ്കിലും മണ്ണിൽ ജീവിക്കാനുള്ള പവറുണ്ട് ഇവന്. പിന്നെയും അതിനകത്ത് കുറേ എണ്ണം ഉണ്ട്. നമുക്ക് ഇനി ഈ വെള്ളത്തിൽ ഇവൻ്റെ കൂടെ ഇട്ട് നോക്കാൻ എന്നിട്ട് സംഭവിക്കണേ. ഇവൻ ചാടി പുറത്തു വന്നു. പിന്നെ ഇവനെ പിടിക്കുമ്പോൾ ഉള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒന്നും കയറി പിടിക്കരുത്. ഈ മുള്ളെന്ന് പറഞ്ഞാൽ നല്ല മുള്ളാണ്. കുത്തി കഴിഞ്ഞാൽ നല്ല വേദനയായിരിക്കും. പിടിക്കുമ്പോൾ ഇത് ഇവിടെ ആയിട്ട് പിടിക്കണം. വേണ്ട ഇവിടെയാണ് ഇതിൻ്റെ പിടിക്കേണ്ട ഒരു സൈഡ് വരുന്നത് ഗൈസ്. ഇവിടെ പിടിച്ചാൽ അവനെ കണ്ടിക്കും. ഇവനെയും പിടിക്കാം. ഇവൻ നല്ല ചെറുതാണ്. ഇവൻ്റെ അടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നോക്കി ഇവൻ്റെ വായിൽ കയറാവുന്ന വലിപ്പമുള്ളൂ. കറക്റ്റ് നോക്കിയാണ് രണ്ടും കൂടി. അപ്പോൾ ഏകദേശം ചിലപ്പോൾ അതിൻ്റെ കുഞ്ഞായിരിക്കും. നമുക്കിനി അതിനകത്ത് മീൻ ഇട്ട് നോക്കണോ അത് വീട്ടിൽ പോകണം? നിൻ്റെ തീരുമാനം. എന്നാൽ വീട്ടിൽ പോവാം. നമ്മളിനി അടുത്ത ദിവസം വീണ്ടും ചൂണ്ടയിടൽ ഫിഷിങ് വീഡിയോ ആയിട്ട് വേറെ ബ്രാല് പോലത്തെ ടൈപ്പ് മീനുകളൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതിനെ കിട്ടിയോണ്ട് ഇവിടെ വെച്ച് നമ്മൾ മീൻ പിടിക്കൽ നിർത്തിയാണ്. നമ്മുടെ ഞാഞ്ഞോടും തീർന്നു പോയി. ഞാഞ്ഞോളൊക്കെ പോയി. അപ്പോൾ ഗൈസ് തുമ്പികളൊക്കെ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇവിടെ വെച്ച് എൻ്റെ ചെയ്യാൻ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ ഗൈസ്. അയ്യോ അപ്പോൾ ഇതിനൊന്ന് ഫ്രൈ ചെയ്യണോ വറക്കണോ? ഇതിനിപ്പോൾ കൊണ്ടുപോകാനിപ്പോൾ എന്തോ ഒരു പ്ലാൻ ആദ്യം തന്നെ നമുക്ക്. അപ്പോൾ ഗൈസ് നമ്മൾ ഇതിനെങ്ങനെയും മറ്റേനെ കയ്യിലും പിടിച്ചുകൊണ്ട് പോകാനാണ് പ്ലാൻ. അതേ നമ്മളിതുപോലത്തെ ഒരു കുഴി ഉണ്ടാക്കിയാണ് മറ്റേനെ നിർത്തിയിരുന്നത്. അപ്പോൾ ഇവൻ ചാടി ചാടി ഇങ്ങനെ പോകണേ. അവിടെ ഒരു കുഴി ഉണ്ട്, അതിനകത്ത് പോയാൽ നിൻ്റെ പണി കഴിഞ്ഞു. അതെ അല്ലെങ്കിൽ നമുക്ക് കുഞ്ഞിതിനെ റിലീസ് ചെയ്യാം ഗൈസ്. അതേ നമ്മളെ കുഞ്ഞിനെ ഇതിനെ കൊണ്ടുപോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ നമ്മൾ റിലീസ് ചെയ്താലൊന്ന് ആലോചിക്കുന്നുണ്ട്. നിങ്ങൾ കമൻറ്റ് ചെയ്യുക എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഗൈസ് നമ്മൾ ഫൈനലി ഒരു തീരുമാനത്തിലെത്തി. ഈ ചെറുതിനെ നമ്മൾ വളർത്താൻ തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇതിനെ കൊണ്ട് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ട ഇവിടെയൊക്കെ ഞാനോട് അമ്മേ ഇപ്പം എൻ്റെ ബാക്കിലൊന്നും അതിൽ പുറത്ത് കഴുത്തിലൊന്നും ഇല്ല. ചെറിയാമ്പുഴൊന്നും ഇവിടെ അപ്പോൾ ഈ നമ്മുടെ മീനെ കൊണ്ടത് നമ്മൾ പോവാണ് ഗൈസ്. ഇത് പെട്ടെന്ന് മരിക്കാത്ത ഒരു മീനായതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോണേ. ഇത് വെള്ളമില്ലാതെ കുറേ നേരം കരയിൽ ജീവിക്കുന്ന ഒരു ടൈപ്പ് ഫിഷാണ് ഗൈസ്. അപ്പോൾ ഇത് നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണ്. വീട് ദേ ഇവിടെ തന്നെയാണ്. കണ്ട നമ്മുടെ മീനും കൊണ്ട് പോവാണ്. ഗൈസ് കൈമൊന്ന് ഇതിൻ്റെ മുകളിൽ കുത്തി കയറി. ഞാൻ ക്യാമറേൻ്റെ അടുത്തേക്ക് ഇങ്ങനെ കൊണ്ടുവന്നതാണ്. ഈ മുള്ളിൽ കുത്തിക്കൊണ്ട് കുഴപ്പമില്ല. നമുക്ക് വീട് വരെ എത്താറായി എന്തായാലും. അതേ നമ്മുടെ മീൻ വെള്ളത്തിലിടാൻ പോവാണ് ഗൈസ്. എടുത്ത മീനും കഴിക്കാം. അവൻ്റെ ബാക്കിലെ മുള്ളും ഉണ്ട്. എൻ്റെ കൈ ചെയ്ത് ഇവിടെ ചെറുതായി വേനെടുക്കുന്നുണ്ട്. നല്ല വേനുണ്ട് ഗൈസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് കുത്തിയ നല്ല വേനയായിരിക്കും. അയ്യോ ഗൈസ് ഇവിടെയാണോ കുത്തിയത്? ഇവിടെ ചോര ഉണ്ടല്ലോ. ഇതിനെയും പിടിച്ച് നമുക്ക് വെള്ളത്തിലിടാം.